Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. Ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംബുലൻസ് എവിടെ വരെ എടുത്തേ? ആ 108 എമർജൻസി സർവീസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത് കംപ്ലീറ്റ് ആയില്ലേ? How it works? Yes, ma'am. അത് കംപ്ലീറ്റ് ആയി സർ. കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്രൂയിങ് മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മളപ്പോ നെക്സ്റ്റ് ക്രൂയിങ് ആണ് കേട്ടോ. ക്രൂയിങ് മുതൽ. ക്രൂയിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ അല്ലെ, അവരെയാണ് നമ്മൾ ക്രൂയിങ്ങിൽ വരുന്നത്. അപ്പൊ അവിടെ കുറച്ച് ആളുകൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒരു 10 ക്രൂ മെമ്പേഴ്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ ജോബ് എന്താണെന്നുള്ളത് ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ക്രൂയിങ് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം കൂടിയാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. Then there are different levels of qualification that the ambulance crew may hold, from holding the formal qualification to having a fully qualified doctor on board. ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാരൻ ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡുകൾ ട്രെയിനിങ് കിട്ടിയ ആളുകൾ മുതൽ ഒരു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് വരെയും ഏത് ക്രൂവിലുണ്ട്? ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ഉള്ളിൽ വരുന്നുണ്ട്. Most ambulance services require at least 2 crew members to be on every ambulance, one to drive and one to attend to the patient. അപ്പൊ ഏതൊരു ആംബുലൻസ് സർവീസിലും അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും എല്ലാ ആംബുലൻസുകളിലും ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു സാധാ നോർമൽ ഒരു ആംബുലൻസ് എടുത്താൽ പോലും ആ ആംബുലൻസിലെ മിനിമം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 2 പേര് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അത് ഓരോ ആംബുലൻസിലെ ഓരോ ടൈപ്പിനനുസരിച്ച് ആ ആംബുലൻസിന്റെ 2 തവണ നമ്മൾ ചിലപ്പോൾ 3-ആവാം 4-ആവാം, ഇതിൽ കുറയില്ല. 2 എണ്ണം മിനിമം ഉണ്ട്. 2 പേര് ഒരു ആംബുലൻസിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഒരാളെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? വൺ ടു ഡ്രൈവ് ചെയ്യാൻ. അവരെന്തിനു വേണ്ടിയാ? ആ ഒരു ആംബുലൻസ് വാഹനം ഓടിക്കാനായിട്ട്, ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവർ ആയിരിക്കും. രണ്ടാമത്തത് വൺ ടു അറ്റൻഡ് ടു ദ പേഷ്യന്റ്. പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ടോ ആണ് മറ്റൊരാൾ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഏതൊരു ആംബുലൻസിലും അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഒരാള് വാഹനം ഓടിക്കാനും മറ്റൊരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും. കോമൺ ആംബുലൻസ് ക്രൂ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇനി ഏതൊക്കെയാണ് കോമൺ ആംബുലൻസിലെ ക്രൂവിൽ വരുന്ന ക്വാളിഫിക്കേഷൻസിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 10 പേരുടെ നമ്മൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ആളുടെ പേര് എന്താണ് അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്നുള്ളതനുസരിച്ച് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ? ഫസ്റ്റ് റെസ്പോണ്ടർ ആരാണ്? ഫസ്റ്റ് റെസ്പോണ്ടർ നമ്മൾ പറഞ്ഞല്ലേ. ഫസ്റ്റ് റെസ്പോണ്ടർ ആരാണ്? ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ? എന്തെങ്കിലും ഒരു അപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തിയാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് അല്ലെ. എത്തുകയല്ല, മറിച്ച് എന്താ? ആദ്യം എത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്താണ്? എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു സംഭവം നടന്ന ഉടനെ ആ ഒരു സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഈ ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല് whose job is to give early critical care. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഏർലി ക്രിട്ടിക്കൽ കെയർ, അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് അവരെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള തീവ്ര പരിചരണം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അതായത് നമ്മുടെ ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു പേഷ്യന്റ് നിലവിലുള്ള അവരുടെ ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവാതെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിലൂടെ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സജസ്റ്റ് കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ അല്ലെങ്കിൽ
CPR അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR. CPRന്റെ എക്സ്പാൻഡഡ് ഫോംസ് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർ അപ്ലൈയിങ് ആൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ദാറ്റ് ഈസ് AED. അതിന്റെ ഫുൾ നെയിം ആണ് കേട്ടോ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റേഴ്സ്. എന്തിനു വേണ്ടിയാ ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? എന്തിനു വേണ്ടിയാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഹാർട്ടിനെ പുനരാരംഭിക്കാൻ അല്ലെ, റെസ്യൂം ചെയ്യാനായിട്ട് അല്ലെ, ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാനായിട്ടാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫുൾ നെയിം ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ, AED. അതും ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ. AEDയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ CPR കൊടുത്തിട്ട് കണ്ടീഷൻ ഓവർ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാത്ത പേഷ്യൻസിന് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഏതാണ്? ഡീഫൈബ്രിലേഷൻ. AED യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ഹാർട്ടിനെ നമ്മൾ പുനരാരംഭിക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാനായിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ ആരാന്ന് പറഞ്ഞേ? ഫസ്റ്റ് റെസ്പോണ്ടർ മേ ബി സെൻഡ് ബൈ ദ ആംബുലൻസ് സർവീസ്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന വ്യക്തി ആംബുലൻസ് സർവീസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് ആംബുലൻസ് സേവനത്തിനോടൊപ്പം വരുന്ന ഒരു വ്യക്തിയാവാം. അല്ലാന്നുണ്ടെങ്കിലോ ഓർ മേ ബി പാസേഴ്സ് ബൈ, അതിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് CPR കാര്യങ്ങളോ അത് കൊടുക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ചെസ്റ്റുമായി ബന്ധപ്പെട്ട ഹാർട്ട് പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്, അവർക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ CPR കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, അതിന് സ്കിൽഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് CPR കൊടുക്കാം അല്ലെ. ഇന്നൊരാള് വന്നാൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. ഫസ്റ്റ് എയ്ഡ് നമുക്ക്
നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തമായിട്ട് അറിയണം എന്ന് മാത്രം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അത് ഇപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഇത് അറിയാവുന്ന അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് ചെയ്യാവുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താ may be dispatched to the scene from other agencies such as the police or fire department. ഇനി മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്ന് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നവരായിരിക്കും. ഏത് ഏജൻസികളാണ്? പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റോ. അപ്പൊ നമുക്കറിയാം പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിന്റെ സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മറ്റ് ഏജൻസികളിൽ നിന്ന് പോലീസോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുമാവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന വ്യക്തി ആരുമാവാം. അത് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ വരുന്ന ഒരു വ്യക്തിയാവാം. അതിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ അവര് ഫസ്റ്റ് റെസ്പോണ്ടർ ആയി നിന്നുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് റെസ്പോണ്ടർ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ആംബുലൻസ് വാഹനം ഓടിക്കാനുള്ള വ്യക്തിയാണ് അല്ലെ, ഡ്രൈവ് ചെയ്യാനായിട്ടാണ് ആ വ്യക്തി പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി അത് തന്നെയാണ് അല്ലെ. ഇവിടെയും some services employ staff without any qualification or just basic first training whose work is to simply drive the vehicle. അപ്പൊ ഇവിടെ ആംബുലൻസ് ഡ്രൈവറും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വലിയ മെഡിക്കൽ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഉള്ള വ്യക്തിയൊന്നും ആയിരിക്കില്ല. ജസ്റ്റ് അവർക്ക് ചെറിയ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ മാത്രം. അല്ലാതെയുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ട്രെയിനിങ്ങോ ഒന്നും കിട്ടാത്തൊരു വ്യക്തിയാണ് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ടു സിംപ്ലി ഡ്രൈവ് ചെയ്യുക, ഒരു വാഹനം ഓടിക്കുക എന്നത് മാത്രമാണ്. Then ambulance drivers may also have training in using the radio and knowing where medical supplies are stored in the ambulance. അതുപോലെ തന്നെ നമ്മൾ 2-way റേഡിയോ ഒക്കെ പഠിച്ചില്ലേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള 2-way റേഡിയോ ഒക്കെ ഈ ആംബുലൻസിൽ ഉണ്ട് എങ്കിൽ പോലും അത് ഉപയോഗിക്കാനായിട്ട് ആരറിഞ്ഞിരിക്കണം? ആംബുലൻസ് ഡ്രൈവർ ആണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് മറ്റുള്ളവരുമായിട്ട് നടത്തുന്നത്. അപ്പൊ ആ ഒരു ആംബുലൻസ് ഡ്രൈവറിന് ഇങ്ങനെയുള്ള 2-way റേഡിയോ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വിപ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആംബുലൻസിൽ എവിടേക്കാണ് ആംബുലൻസിലെ മെഡിക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ മെഡിക്കൽ സാധനങ്ങൾ എവിടേക്കാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആരറിയണം? ആംബുലൻസ് ഡ്രൈവറിന് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് ഒരു എമർജൻസി വരുമ്പോ ആ കൂടെയുള്ള മറ്റ് സ്റ്റാഫ് പറയാണ് ഇന്നൊരു ഐറ്റം ഒന്ന് എടുത്തു തരാമോ, അല്ലെങ്കിൽ ഇന്ന ഐറ്റം ഇന്ന സ്ഥലത്താണ്, അതൊന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഈ ഒരു ആംബുലൻസ് ഡ്രൈവറിന് അറിഞ്ഞിരിക്കണ്ടേ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങൾ മെഡിക്കൽ സാധനങ്ങൾ എവിടെയാണ് ആ ഒരു ആംബുലൻസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറിന് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവർ 2-way റേഡിയോ പോലെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്ന ഐറ്റംസ് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ട്രെയിനിങ്ങുകൾ ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെറിയൊരു ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ ജസ്റ്റ് ആ വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി. അതാണ് ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ജോലിയിൽ വരുന്നത്. ഓക്കെ, തേർഡ് വൺ ആണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് നമുക്കറിയാം നോൺ എമർജൻസി കേസുകളിലാണ് അല്ലെ, അതായത് പേഷ്യൻസിനെ ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവരുടെ ഇവര് സഹായിക്കുന്നത്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ ദിസ് റോൾ ഹാസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ് അക്രോസ് ദ വേൾഡ്, ബട്ട് ദി സ്റ്റാഫ് ആർ കോമൺലി only needed to carry out patient transport duties which can include stretcher or wheelchair cases rather than acute care. അപ്പൊ ഇവിടെ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നോൺ എമർജൻസി ഉള്ള കേസിലുള്ള പേഷ്യൻസ് ആണ്. അതായത് അവിടെ വളരെ അർജന്റ് ആയിട്ടുള്ള കെയർ ഒന്നും വേണ്ട പേഷ്യൻസ് അല്ല. അതേസമയം അവർ ചിലപ്പോൾ സ്ട്രക്ചറിലുള്ളവരായിരിക്കാം, വീൽ ചെയറിലുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള കേസസ് ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അക്യൂട്ട് കെയർ അല്ലെങ്കിൽ തീവ്രപരിചരണം ആവശ്യമില്ലാത്ത പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ്
നോൺ എമർജൻസി അറ്റൻഡന്റിനും ഉള്ളത്. And depended on provider, they may be instructed in first aid or extended skills such as use of an AED, oxygen therapy and other life-saving or palliative skills. ഈ ചില സന്ദർഭങ്ങളിൽ മാത്രം ഇവരോട് ഈ ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ളവയോ അല്ലെങ്കിൽ AED അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭം വരികയാണെങ്കിൽ അവരോട് അത് ചെയ്യാനായിട്ട് ചില സന്ദർഭങ്ങളിൽ മാത്രം നിർദ്ദേശിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കിയേ. They may give emergency cover when other units are not obtainable. അങ്ങനെയുള്ള സാധാരണ, അതായത് എമർജൻസി സിറ്റുവേഷൻ ഒന്നും അല്ലാത്ത സാധാരണ തീവ്രപരിചരണം ഒന്നും വേണ്ടാത്ത ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നി, ബ്രീതിങ് ഡിഫിക്കൽറ്റിയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ ആണ് കാണിക്കുന്നതെങ്കിൽ ആ സന്ദർഭങ്ങളിൽ മറ്റാരെയും അവൈലബിൾ അല്ല എങ്കിൽ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ മറ്റാരും ആ സിറ്റുവേഷനിൽ അവൈലബിൾ അല്ല എങ്കിൽ മാത്രം ഈ നോൺ എമർജൻസി അറ്റൻഡന്റിനോട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിലോ ഓർ വെൻ accompanied by a fully qualified technician or paramedic. അതുപോലെ തന്നെ ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിന്റെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരവും ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ മാത്രം ഇവര് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചറിലോ വീൽ ചെയറിലോ ഒക്കെ കിടക്കുന്ന പേഷ്യൻസ്, അവര് അക്യൂട്ട് കെയർ വേണ്ട പേഷ്യൻസ് അല്ല, അല്ലെങ്കിൽ തീവ്രപരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് അല്ല, അല്ലാത്ത നോൺ എമർജൻസി കേസിലുള്ള പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് നോൺ എമർജൻസി അറ്റൻഡന്റിനുള്ളത്. ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ മാത്രം അവരോട് ഫസ്റ്റ് എയ്ഡുകളോ അല്ലെങ്കിൽ ഈ AED അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പിയോ ഒക്കെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റാരും അവൈലബിൾ അല്ല എങ്കിൽ മാത്രം ഇവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിന്റെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിന്റെ പ്രസൻസിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവരോട് പറയാറുണ്ട്. അതാണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. ഓക്കെ, ഫോർത്ത് വൺ ആണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. എമർജൻസി കെയർ അസിസ്റ്റന്റ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സഹായികള് അല്ലെ. അപ്പൊ ഇവിടെയും എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹു അറൈവ് അറ്റ് ഒക്യുറൻസ് ഇൻ ബോത്ത് എമർജൻസി ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻ. അങ്ങനെയല്ലേ? ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണോ നോൺ എമർജൻസി സിറ്റുവേഷൻ ആണോ എന്നൊന്നും നോക്കാറില്ല. എപ്പോഴാണോ ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് എമർജൻസി ആണോ നോൺ എമർജൻസി ആണോ എന്നൊന്നും നോക്കാറില്ല. അവരെന്ത് ചെയ്യും? അവർ വാഹനം ഓടിച്ചു കൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ എമർജൻസി കെയർ അസിസ്റ്റന്റുകളും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ നോൺ എമർജൻസി സിറ്റുവേഷൻ ആണോ എന്ന് നോക്കില്ല. ഇവർ ആരെ സഹായിക്കാൻ നിൽക്കുന്നതാണ്? their job is to help the technician or paramedic they are working with carry out their duties such as making up medications, setting up fluids, but not attaching or doing simple observations. അപ്പൊ ഇവിടെ എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാല് അവരുടെ ജോബ് പ്രധാനമായിട്ടും എന്താണ്? ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്. ടെക്നീഷ്യനെ അല്ലെങ്കിൽ പാരാമെഡിക്സിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക. They are working with carry out their duties. ഈ പാരാമെഡിക് അതുപോലെ ടെക്നീഷ്യൻസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് സഹകരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് എമർജൻസി കെയർ അസിസ്റ്റൻസിന്റെ ഡ്യൂട്ടി. അതായത് സച്ച് ആസ് മേക്കിംഗ് അപ്പ് ഓഫ് മെഡിക്കേഷൻസ്, മരുന്നുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ്, ഇപ്പൊ ഡ്രിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ഇടണമെങ്കിൽ അതുപോലെയുള്ള ഫ്ലൂയിഡുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടെക്നീഷ്യൻസിന്റെയും പാരാമെഡിക്സിന്റെയും ഒക്കെ ജോലിയിൽ അവരെ സഹായിക്കുന്ന ഡ്യൂട്ടിയാണ് എമർജൻസി കെയർ അസിസ്റ്റൻസിനുള്ളത്. ബട്ട്
നോട്ട് അറ്റാച്ചിങ്, അവരുടെ പിരിപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പോലും ഇവർക്ക് അത് ആ പേഷ്യന്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു എന്താണ് പെർമിഷൻ ഉണ്ടായിരിക്കില്ല. ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ. അത് കൂടാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യാം, ചില സമയത്ത് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കേണ്ടതായിട്ട് സന്ദർഭങ്ങൾ വരാണെങ്കിൽ അതിനും ഇവരെന്ത് ചെയ്യാറുണ്ട്, ചുമതലപ്പെടുത്താറുണ്ട്. ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവരെ ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ. അപ്പൊ അവര് എപ്പോഴും അസിസ്റ്റന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഹായികളല്ലേ. ആരുടെയാണ്? ടെക്നീഷ്യൻസിന്റെയും പാരാമെഡിക്സിന്റെ ഒക്കെ ജോലിയിൽ സഹായിക്കുന്ന അസിസ്റ്റന്റുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5th വൺ ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇവര് ടെക്നീഷ്യൻസ് ആണ്. എങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ആണ്? ആർ ജനറലി ഏബിൾ ടു ഡു എ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കില്ല്. എമർജൻസി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി കെയറുകൾ കൊടുക്കാൻ സ്കില്ലുള്ളവരാണ് ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാന്ന് നോക്കി. സച്ച് ആസ് ഡീഫൈബ്രിലേഷൻ. ഡീഫൈബ്രിലേഷൻ നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ. ഹാർട്ടിനെ റെസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ, ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, സ്പൈനൽ കോഡിനെ നിശ്ചലമാക്കി വെക്കുന്ന ഒരവസ്ഥ. അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായവരോ അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്പൈനൽ കോഡ് എങ്ങനെയായിരിക്കും? ഇമ്മൊബിലൈസേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പൈനൽ കോഡിന്റെ മൂവ്മെന്റ് മിനിമൈസ് ചെയ്യണം, വളരെ കുറയ്ക്കണം അല്ലെ. അങ്ങനെ ആ ഒരു സ്പൈനൽ കോഡിന്റെ മൂവ്മെന്റ് കുറച്ചുകൊണ്ട് അവരെ ഒട്ടും അനക്കാതെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റും ഉണ്ടാവാത്ത രീതിയിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആർക്ക് സ്കിൽ ഉണ്ടായിരിക്കണം? ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്ലീഡിംഗ് കൺട്രോള്, കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യം ആരറിഞ്ഞിരിക്കണം? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്, എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഇപ്പൊ മുകളിൽ നിന്ന് വീഴുകയോ മറ്റെന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യോ കാലോ ഒക്കെ ഫ്രാക്ചർ ആയിട്ട് പൊട്ടലുകളോ ഒടിവുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സംശയമാണ് അല്ലെ, അവൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമാണ്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ എത്തിയാലും നമുക്കത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കൂടി ആ പേഷ്യൻസിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നുകയാണെങ്കിൽ അവരെ സ്പ്ലിന്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അപ്പൊ ആ ഏത് ഭാഗത്താണോ അവർക്ക് അങ്ങനെ ഒരു സംശയം നമുക്കുള്ളത്, ഏതെങ്കിലും പൊട്ടലുകൾ ഉണ്ടെന്ന് സംശയമുള്ളത്, ആ ഭാഗത്ത് കുറച്ചും കൂടി സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് അനക്കാതെ ആ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്കിൽഡ് ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. മരുന്നുകൾ ആവശ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഡ്രഗ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓക്സിജൻ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓക്സിജൻ തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്കിൽഡ് ഉള്ളവരായിരിക്കണം ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. Certain countries split this term in two levels. ചില കൺട്രികളിൽ ഈ ടേം, അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ടേമിനെ 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലെവലായിട്ടാണ് അറിയപ്പെടുന്നത്. സച്ച് ആസ് ഇൻ US-ല് ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് 2 ലെവലായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് EMT ബേസിക് എന്നറിയപ്പെടുന്നു. സെക്കൻഡ് ലെവലാണ് EMT എന്നാണ് കേട്ടോ. അവിടെ EMT ഇന്റർമീഡിയറ്റ്. EMT ബേസിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അടിസ്ഥാനപരമായിട്ടുള്ള കെയറും സ്കില്ലും, എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും EMT ബേസിക്. അതേസമയം EMT ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കിട്ടി ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും EMT ഇന്റർമീഡിയറ്റ്. ബേസിക് എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ചെയ്യാൻ പറ്റുന്നവരാണ് EMT ഇന്റർമീഡിയറ്റ്.
രണ്ടും ആ ഒരു പേരൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഈ ടെക്നീഷ്യൻസിന് ഒരു എമർജൻസി സിറ്റുവേഷനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ഉടനടി എമർജൻസി കെയർ കൊടുക്കാനും സ്കില്ലുള്ളവരായിരിക്കും. അവർ കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡീഫൈബ്രിലേഷൻ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. സ്പൈനൽ കോഡ് ഇമ്മൊബിലൈസേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ ആണ് സ്പൈനൽ കോഡിനെ ആ മൂവ്മെന്റ് കുറച്ചുകൊണ്ട്, മാക്സിമം കുറച്ചുകൊണ്ട് അത് നിശ്ചലമാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ എന്താണ്, സസ്പെക്റ്റഡ് ആയിട്ടുള്ള സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പൊട്ടലുകളോ ഒടുക്കുകളോ ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ ഭാഗത്ത് കുറച്ചും കൂടി സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് ആ പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ ആവശ്യമായിട്ട് വരാണെങ്കിൽ അത് കൊടുക്കണം. എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽറ്റി വന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ തെറാപ്പികളും കൊടുക്കാനായിട്ട് ആര് സ്കില്ലുള്ളവരാണ്? ഇമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് സ്കില്ലുള്ളവരായിരിക്കും. ചില കൺട്രിയിൽ ഇതിനെ 2 ലെവലായിട്ട് പറയുന്നു. USA ഇതിനെ വിളിക്കുന്നത് 2 ലെവൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് EMT ബേസിക് ആൻഡ് സെക്കൻഡ് ലെവൽ ആണ് EMT ഇന്റർമീഡിയറ്റ്. ഓക്കെ ആണോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് രജിസ്റ്റേർഡ് നേഴ്സ്. Registered nurse in certain systems, nurses are the principal providers of advanced level care or ambulance. ഒരു ആംബുലൻസിൽ അഡ്വാൻസ്ഡ് ലെവൽ കെയർ, നമ്മുടെ ടൈപ്പ് ഡി ആംബുലൻസ് അതുപോലെ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ട്, അതായത് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസുകളിലാണ് ആരുടെ പ്രസൻസ് ഉള്ളത്? നേഴ്സ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുക. യൂഷ്വലി ഇൻ പ്ലേസ് ഓഫ് പാരാമെഡിക്സ്. മറ്റ് ആംബുലൻസുകളിലെ പാരാമെഡിക്സും ഈ ടെക്നീഷ്യൻസും ഒക്കെ ആണെന്നുള്ളതെങ്കിൽ കൂടി ഇങ്ങനെയുള്ള, അതായത് ഒരു അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസുകളിൽ അതിന് പകരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്തിരിക്കുക. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അങ്ങനെ തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്ന, ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം? നേഴ്സസ് എന്ത് ചെയ്യണം? ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കണം. നേഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവല് കെയർ കൊടുക്കുന്ന ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 7th വൺ ആണ് പാരാമെഡിക്. Paramedic, this is a high level of medical training. High level of medical training ലഭ്യമാക്കിയിട്ടുള്ളവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. And often comprises of key skills not allowable for technicians. For technicians പോലും അനുവദനീയമല്ലാത്ത പല കീ സ്കില്ലുകളും ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ലഭ്യമായിട്ടുള്ളവരാണ് പാരാമെഡിക്. അപ്പൊ പാരാമെഡിക്കിന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആണ്. അതായത് അവർക്ക് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ടെക്നീഷ്യൻസിന് പോലും ചെയ്യാൻ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ പോലും പാരാമെഡിക്സിന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ പ്രധാനമായിട്ടുള്ള കീ സ്കില്ലുകളാണ് such as cannulation, and with it the ability to administer a range of drugs such as morphine. Cannulation എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ cannulation? ഹോസ്പിറ്റലിലൊക്കെ ഡ്രിപ്സോ കാര്യങ്ങളോ ഒക്കെ ഇടാനായിട്ട് അഡ്മിറ്റ് ആയവരുണ്ടോ? പോയിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ഡ്രഗ്സ് ആയി നമ്മുടെ ഡ്രിപ്പ് ഇടാനൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഒറ്റൊരു നീഡിൽ അല്ലെ, നമ്മുടെ ഒരു ക്യാനുലയിലെ പ്ലേസ് ചെയ്യുന്നത്, വെയിലേക്ക് ഒരു ക്യാനുല പ്ലേസ് ചെയ്യുന്നത്, ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഇതല്ലേ പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ ആ അഡ്മിറ്റ് ആവുന്ന സമയം മുതൽ ഡിസ്ചാർജ് ആവുന്ന സമയം വരെ നമുക്ക് ബാക്കി വരുന്ന എല്ലാ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും ആ ഒരു ക്യാനുലയിലൂടെ ആയിരിക്കും തരുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ക്യാനുലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ യാത്രാമധ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ മോർഫിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദന സംഹാരിയാണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പൊ വേദന സംഹാരികൾ പോലെയുള്ള എന്താണ് നബി ചോദിച്ചേ?
ഏതാണെന്നോ? കണ്ടിട്ടില്ലേ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത്, നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് okay. And with it, the ability to administer a range of drugs such as morphine. അപ്പൊ മോർഫിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവിടെ ഉള്ള വേദന സംഹാരികളാണ് കേട്ടോ. അപ്പൊ വേദന സംഹാരികളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ നമുക്ക് ആ പേഷ്യൻസിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാനുലേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ കാനുല ആ വെയിൻസിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് കീ സ്കില്ലുള്ളവർ ആരായിരിക്കും? അത് ടെക്നീഷ്യൻസിനൊന്നും അങ്ങനെ അതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് അനുവദനീയമല്ല. മറിച്ച് അത് അനുവാദമുള്ള വ്യക്തി ആരാണ്? പാരാമെഡിക്സിന് ഇങ്ങനെയുള്ള കാനുലേഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റു ഡ്രഗ്സുകൾ, വേദന സംഹാരി മാത്രമല്ല, അവർക്ക് ട്രിപ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു കാനുലയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ഒരു ബോഡിയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. കേട്ടിട്ടുണ്ടോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ട്രക്കിയൽ ഇൻറ്റുബേഷൻ കേട്ടിട്ടുണ്ടോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മുടെ ട്രക്കിയ അല്ലെങ്കിൽ നമ്മുടെ മൗത്ത് വരുന്ന പേഷ്യൻസിന്റെ മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ ഈ ഒരു ട്രക്കിയ, അതായത് നമ്മുടെ ആ ഒരു ത്രോട്ട് ഭാഗത്തേക്ക് അല്ലെ, ട്രക്കിയയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ട്യൂബ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. മൗത്തിലൂടെയോ നോസിലൂടെയോ. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ ഒരു നോർമൽ ആയിട്ട് അവർക്ക് ബ്രീത്തിങ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉള്ള സമയത്ത് നമുക്ക് ഈ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു അവരുടെ എയർ വേ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി എന്താണ് വേഗത്തിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ഇടുന്നത് വഴി നമുക്ക് ആ ഒരു ഓക്സിജന്റെ ആ ഒരു പാസേജ് നല്ല ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് ഒരു ഓപ്പൺ എയർവേ ഓപ്പൺ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അത് മൗത്തിലൂടെ അല്ലെങ്കിൽ നോസിലൂടെയോ ഈ ട്രക്കിയയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കും? അങ്ങനെ ഒരു കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു എയർവേ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്ന ആ ഒരു എയർ പാസ് ചെയ്യുന്ന ഒരു വഴി കുറച്ചും കൂടി ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഇത് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ വന്ന് അടഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അപ്പൊ നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ അവർക്ക് ബ്രീത്തിങ് പോസിബിൾ ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടോമി. ഈ ക്രൈക്കോതൈറോട്ടോമിയും ഇതുപോലെ തന്നെ എയർവേ, അതായത് അവരുടെ ആ ഒരു ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ട ഡിഫിക്കൽട്ടീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ ഇരിക്കുന്നില്ല നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്, അവിടെയാണ് ഈ ഒരു സർജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഈ സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മുടെ ആ ഒരു ക്രൈക്കോതൈറോയിഡ് എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിൻ, ആ ഒരു മെംബ്രെയിനിൽ ഒരു മുറിവുണ്ടാക്കുകയും അതിലൂടെ ഒരു ട്യൂബ് നമ്മുടെ ആ ഒരു ലെൻസിന്റെ ആ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുകയും നമുക്ക് ആ ഒരു ഓപ്പൺ എയർവേ കുറച്ചുകൂടി ഓപ്പൺ ആക്കി കൊടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതാണ് ക്രൈക്കോതൈറോട്ടോമി. അപ്പൊ ഈ ഒരു ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്തിട്ട്, അതുപോലെ അതിന് മുൻപ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നാൽ മാസ്കുകൾ ഘടിപ്പിച്ച് ആ എയർവേ ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. അത് പറ്റാതെ വരുമ്പോൾ നമ്മൾ ട്രക്കിയ ഇൻറ്റുബേഷൻ അല്ലെങ്കിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ ആ ഒരു ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് രണ്ട് മെത്തേഡും ഫെയിൽ ആയി പോകുന്ന കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മൂന്നാമതായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടോമി. ഇത് നമ്മുടെ ട്രക്കിയിലേക്ക് കണക്ട് ചെയ്യില്ല, നേരെ നെക്കിലൂടെ, അതായത് ക്രൈക്കോതൈറോയിഡ് എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിൻ, തൈറോയിഡ് മെംബ്രെയിനിലൂടെ ഒരു ഓപ്പണിംഗ്, സർജിക്കൽ പ്രൊസീജിയറിലൂടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി ട്യൂബ് കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പാസേജ്, എയർ പോകുന്ന ആ ഒരു പാസേജ് കുറച്ചും കൂടി ക്ലിയർ ആക്കി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അതുപോലെ ഇപ്പോൾ പ്രായമായവരുടെയൊക്കെ ആണെങ്കിൽ കഫമൊക്കെ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ഇതൊക്കെ ആ ഒരു നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് ആ ബ്രീത്തിങ് അവരുടെ കുറച്ചും കൂടി നല്ല രീതിയിൽ സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ട് പ്രൊസീജിയറാണ്. ഇങ്ങനെയുള്ള പ്രൊസീജിയർ ക്രൈക്കോതൈറോട്ടോമി, അതുപോലെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ, കാനുലേഷൻ ഒക്കെ ആരാണ് ചെയ്യുന്നത്? ആർക്ക് അനുവാദമല്ലാതെ ചെയ്യാനായിട്ട്? ടെക്നീഷ്യൻ അത് അനുവദനീയമല്ല. പക്ഷെ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയ പാരാമെഡിക്സിന് ഇത് ചെയ്യാനായിട്ട് അനുവാദമുണ്ട്. ഓക്കെ ആണോ പാരാമെഡിക്സ്? ക്ലിയർ ആണോ?
ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ് കിട്ടുന്ന ആളുകൾ അല്ലെ, ഇപ്പോൾ നിലവിൽ ട്രെയിനിങ്ങിലുള്ളവര് അങ്ങനെയൊക്കെയല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരെ പറയുന്നത്. അപ്പൊ നോക്കിയേ, ദിസ് പൊസിഷൻ ഈസ് ഔട്ട്ലൈൻ ടു ബ്രിഡ്ജ് ദ ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് ദ കെയർ ഓഫ് എ ജനറൽ പ്രാക്ടീഷണർ. ഒരു ആംബുലൻസിൽ കൊടുക്കുന്ന കെയർ കൊടുക്കുന്ന ആളുകളും ഒരു ഹോസ്പിറ്റലിലെ ഒരു ജനറൽ പ്രാക്ടീഷണർ ഒരു ഡോക്ടറും തമ്മിലുള്ളതിന് ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എമർജൻസി കെയർ പ്രാക്ടീഷണറിൽ ECP ആർ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ്. അപ്പൊ ECP എന്താണ് എക്സ്പാൻഡ് ചോദിക്കാറുണ്ട് കേട്ടോ. എമർജൻസി കെയർ practitioner. Okay, Anna? And are trained to dictate medicines for longer period care such as antibiotics, as well as being trained in a range of additional diagnostic technique. അപ്പോൾ ഇവിടെ ഒരു എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് തന്നെയാണ്. പക്ഷെ അവർ കുറച്ചും കൂടി, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു എലിജിബിൾ പാരാമെഡിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊരു പാരാമെഡിക് ആണെങ്കിൽ കൂടി കുറച്ചധികം ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു എലിജിബിൾ പാരാമെഡിക് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ പ്രാക്ടീഷണർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്, അവർ പാരാമെഡിക് ആണെങ്കിൽ കൂടി ഒത്തിരി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള പാരാമെഡിക് ആണ്. അപ്പൊ ആ ട്രെയിനിങ്ങുകൾ കിട്ടുമ്പോൾ തന്നെ അവർ അതിനനുസരിച്ച് അവരുടെ സ്കില്ലുകളൊക്കെ കുറച്ചും കൂടി ഉയരത്തിലായ അല്ലെ, അവർക്ക് കുറച്ചും കൂടി നോളജും അതിനനുസരിച്ചുള്ള സ്കില്ലും ട്രെയിനിങ്ങുകളും ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ട്രെയിൻഡ് ടു ഡിക്റ്റേറ്റ് മെഡിസിൻസ്, അതായത് മരുന്നുകളൊക്കെ എന്താണ് ലോങ് പീരീഡ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പോലെയുള്ള മരുന്നുകളൊക്കെ നിർദ്ദേശിക്കാനായിട്ട് ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ബീങ് ട്രെയിൻഡ് ഇൻ എ റേഞ്ച് ഓഫ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്. ഒരു എമർജൻസി കേസിൽ വരുന്ന ആളുകളെ അവരെ ഡയഗ്നോസ് ചെയ്യാൻ, അവരെ നിരീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിർദ്ദേശിക്കാനും ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സ്കില്ലുള്ളവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു എമർജൻസി കെയർ പ്രാക്ടീഷണർ അവരെങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള എന്താണ് എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ്. അവർ ഒത്തിരി ട്രെയിനിങ്ങിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോങ് ടേം പീരീഡ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ആന്റിബയോട്ടിക്സ് നിർദ്ദേശിക്കാനും അതുപോലെ തന്നെ അവരുടെ രോഗനിർണയങ്ങൾ നടത്താനും അതിനനുസരിച്ച് ഗുരുതരാവസ്ഥയിലുള്ള ഓരോ പേഷ്യൻസിനെയും വേർതിരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കെയറൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിവുള്ളവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ. നെക്സ്റ്റ് വരുന്നതാണ് physician assistant. Physician assistants are seen mainly in English speaking countries and are known as physician associates in some countries. So physician assistant എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടുകളിലല്ല കൂടുതലും കാണുന്നത്. ഇവരുടെ സേവനം കൂടുതലും ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ ആംബുലൻസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ചില കൺട്രികളിൽ ഇവരെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ മറ്റൊരു പേരാണ് ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്നുള്ളത്. ഓക്കെ, PAs അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ്സിന്റെ മിറർ ദ പ്രാക്ടീസ് ഓഫ് എ ഫിസിഷ്യൻ ആൻഡ് ആർ ഏബിൾ ടു പ്രൊവൈഡ് ദ റേഞ്ച് ഓഫ് മെഡിക്കൽ സ്കിൽസ് എ ഫിസിഷ്യൻ പ്രൊവൈഡ്. ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിഷ്യൻ എന്തൊക്കെ മെഡിക്കൽ സ്കില്ലുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണോ ഒരു പേഷ്യന്റിന് നൽകുന്നത് അതേപോലെയുള്ള മെഡിക്കൽ സ്കില്ലുള്ളവരായിരിക്കും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഇപ്പൊ ഫിസിഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റന്റുകളും ചെയ്യുന്നുണ്ട്. They normally work in dissociation with a physician, though in an ambulance environment this may not be possible. ഇവരെ ഒരുമിച്ചല്ല, ഇവർ വേർപിരിഞ്ഞാണ് ഇവർ ഡ്യൂട്ടി ചെയ്യുന്നത്. അതായത് ഈ ഒരു ആംബുലൻസിൽ നമുക്കൊരു ഫിസിഷ്യനെയും ഫിസിഷ്യൻ അസിസ്റ്റന്റിനെയും ഒക്കെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ആംബുലൻസിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും, ഫിസിഷ്യൻ നമ്മുടെ ഡോക്ടർ എവിടെയായിരിക്കും, ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ, അതാണ് നെക്സ്റ്റ് പറയുന്നത്, അഡ്വാൻസ്ഡ് ഇൻ ഡയറക്ഷൻ ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈസ് അവൈലബിൾ ടു PAs to consult with physicians when needed.
അപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം ഇവര് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റിലോ കെയറിലോ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യകതകൾ വരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ആ ഒരു ഫിസിഷ്യനുമായിട്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ആംബുലൻസിൽ ഇരുന്നുകൊണ്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മെഡിക്കൽ കെയറുകൾ അവരുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കും. അപ്പൊ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഇതിൽ കൂടുതലായിട്ടും അവരുടെ അവൈലബിലിറ്റി ഉള്ളത്. അവരെ മറ്റു കൺട്രികളിൽ ചില സമയത്ത് ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഇവർ പ്രധാനമായിട്ടും ഒരു ഫിസിഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പേഷ്യന്റിന് ചെയ്തു കൊടുക്കുമോ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റുകളും ചെയ്തു കൊടുക്കുന്നത്. അവർ ആംബുലൻസിലെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് അവർക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും കെയറും ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യകതകൾ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഫിസിഷ്യനുമായിട്ട് അവർക്ക് അത് കോണ്ടാക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന വ്യക്തിയാണ് ഫിസിഷ്യൻ, നമ്മുടെ ഡോക്ടർ അല്ലെ. Doctors may be present in specialist ambulance units, most notably the air ambulances with full range of additional skills such as use of prescription medicines. അപ്പൊ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ ആണ് അല്ലെ. അവര് സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസ് യൂണിറ്റുകളിൽ മാത്രമേ ഈ ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അല്ലാതെ എല്ലാ ആംബുലൻസിലും ഡോക്ടർ ഉണ്ടാവോ? ചെറിയൊരു കാര്യത്തിന് വരും ഡോക്ടർ, ഏതൊരു ചെറിയൊരു ആംബുലൻസിൽ പോലും ഒന്നും ഉണ്ടാവില്ല അല്ലെ. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ യൂണിറ്റുകളിലുള്ള ആംബുലൻസിൽ മാത്രമേ ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടാവുള്ളൂ ആ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മോസ്റ്റ് നോട്ടബിൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് എവിടെയാണ്? എയർ ആംബുലൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഏത് ആംബുലൻസ് ടൈപ്പിലാണ്? എയർ ആംബുലൻസുകളിലാണ് ഫിസിഷ്യൻസിനെ ഏറ്റവും കൂടുതൽ മുഖ്യമായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. വിത്ത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. അപ്പൊ ഒത്തിരി ആ ഒരു എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കും. എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളും എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉള്ള ഒരു ആംബുലൻസ് ആയിരിക്കും എയർ ആംബുലൻസ് എന്ന് പറയുന്നത്. അതുപോലെ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനും ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കാനൊക്കെ ആ ഒരു എയർ ആംബുലൻസുകളിൽ ആരുടെ സേവനം ഉണ്ടായിരിക്കും? ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കും. ഒരു എയർ ആംബുലൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? എയർ ആംബുലൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ഏതൊക്കെയാണ് എയർ ആംബുലൻസിന്റെ എക്സാമ്പിള്? എന്തായാലും ഇല്ലാതെ ഉറങ്ങാണോ? ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഒക്കെ അല്ലെ. അതൊക്കെ എന്തിനാ എക്സാമ്പിൾ ഉള്ളതാണ്? നമ്മുടെ ആ ഒരു എയർ ആംബുലൻസിന് എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പൊ ആ എയർ ആംബുലൻസ്, അപ്പൊ അങ്ങനെയുള്ള എയർ ആംബുലൻസുകൾ ഇപ്പൊ നമുക്കറിയാം ആ ഒരു എയർ ആംബുലൻസ് എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിന് എൻഡിങ് പോയിന്റിൽ വന്നാലേ അത് നിൽക്കുള്ളൂ, മറ്റൊരു സ്ഥലത്ത് അല്ലെ നിർത്താൻ പറ്റുള്ളൂ. അതിനിടയിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ഒന്നും ഇല്ല അല്ലെ. അതേസമയം നമുക്ക് ബസ്സിനോ ട്രെയിനോ ഒക്കെ പോകണം, നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ നമുക്ക് ആ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അതേസമയം ഈ എയർ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, ഇപ്പൊ ഒരാൾക്ക് പേഷ്യന്റിന് വയ്യാതിരിക്കുകയാണ്, ക്രിട്ടിക്കൽ ആണ്, അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുപോകുന്നത് ഈ എയർ ആംബുലൻസുകളിലാണ്. അപ്പൊ എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ അവിടെ കൺസൾട്ട് ചെയ്യാനായിട്ട് നമുക്ക് മറ്റു ഹോസ്പിറ്റലിലോ ഡോക്ടറോ ഒന്നും ആ യാത്രാ മതിയൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതോടൊപ്പം എല്ലാ എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ സജ്ജമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറും ആ ഒരു എയർ ആംബുലൻസുകളിൽ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്രൂയിങ് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചോ. എന്തെങ്കിലും ഷിപ്പ് ആംബുലൻസ് അതുപോലെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. എയർ ആംബുലൻസ് എന്നുള്ളത് ഇതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് ഒത്തിരി നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ മാത്രം അങ്ങനെ സ്പെഷ്യൽ കേസുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ കേസുകളുള്ള ആംബുലൻസ് യൂണിറ്റുകൾ മാത്രമാണ് ഡോക്ടേഴ്സ് കാണുന്നത്. അതിലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് എയർ ആംബുലൻസ് കേട്ടോ. ഇതിൽ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോ വന്നേക്കാം. അതുകൊണ്ടാണ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞത് കേട്ടോ. ആ ഒരു ക്രൂയിങ്ങില് ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതില്?
ഓക്കെ ആണോ? ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് റെസ്പോണ്ടർ ആണോ നവ്യ? ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവര് ആദ്യം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ ആ പേഷ്യൻസിന് കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് പോലുള്ള CPR പോലെ, അതായത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, അല്ലെങ്കിൽ CPR പോലെയുള്ളവർ കൊടുക്കാൻ പറ്റണം. CPR കൊടുത്തിട്ടും കണ്ടീഷൻ റിക്കവർ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റേഴ്സ് പറയുന്ന എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹാർട്ടിനെ പുനരാരംഭിക്കാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അവര് ചിലപ്പോൾ ഒരു ആംബുലൻസ് സേവനം വിളിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വരുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്തു പോകുന്ന ഉള്ള ഏതെങ്കിലും ഒരു നിലവിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും മറ്റ് ഏജൻസികൾ, അതായത് പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ വരുന്ന ഒരു വ്യക്തിയും ആവാം. അതിൽ ആരും ആവാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ട്രെയിനിങ് കിട്ടി സ്കില്ലുള്ള ഏതൊരു വ്യക്തിയും ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ഓക്കെ ആണോ നവിക്ക്? ഓക്കെ. കാനുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു കാനുല അല്ലെങ്കിൽ ആ ഒരു നീഡല് പോലെ ഇരിക്കുന്ന സംഭവം കണ്ടിട്ടില്ലേ? ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൈകളിലൊക്കെ ഇല കുത്തിത്തരില്ലേ? കണ്ടിട്ടില്ലേ ഇത്? അപ്പൊ ആ സംഭവത്തെയാണ് നമ്മൾ കാനുല എന്ന് പറയുന്നത്. അത് നമ്മുടെ വെയിൻസിലേക്ക് കാനുലേഷൻ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇപ്പൊ മോർഫിൻ പോലുള്ള വേദന സംഹാരികൾ നമുക്ക് ഇഞ്ചക്ഷൻസ് ഒക്കെ തരാറില്ലേ? അപ്പൊ ഇഞ്ചക്ഷൻസ് നമ്മുടെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ടതായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മുടെ ഹാൻഡിലൂടെ, ഇപ്പൊ ഡ്രിപ്സ് ഒക്കെ ഇടണമെങ്കിൽ നമ്മുടെ ഡ്രിപ്പ് ഒക്കെ ഇടുന്നത് അതിലൂടെയല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു, അതായത് ഒത്തിരി സ്ഥലത്ത് നമുക്ക് അങ്ങനെ മാറി മാറി കുത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാനുല പ്ലേസ് ചെയ്ത്, വെയിൻസിൽ ഒരു കാനുല പ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് ആക്കി അവിടെ വെക്കുന്നു. അഡ്മിഷൻ എടുത്തത് മുതൽ നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയം വരെ നമ്മുടെ ഹാൻഡിൽ അത് ഉണ്ടാവും അല്ലെ? അതിലൂടെ തന്നെയായിരിക്കും ബാക്കി എല്ലാ ദിവസവും ബാക്കിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെയാണ്, കാനുലേഷനിലൂടെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള മോർഫിൻ പോലെയുള്ള വേദന സംഹാരികളൊക്കെ ആ പേഷ്യന്റിന് വേദനയൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ അവർ പറയാണ് നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കാനുലേഷൻ ചെയ്ത് അവർക്ക് വേദന സംഹാരികളൊക്കെ അതിലൂടെ കൊടുക്കാവുന്നതാണ്. ഡ്രിപ്പ് ആവശ്യമായിട്ട് വരികയാണെങ്കിലോ ഇങ്ങനെയുള്ള ഇതിലൂടെ തന്നെ ഡ്രിപ്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഏതാ ചോദിച്ചത്? ഡിഫൈബ്രിലേറ്ററോ? ഡിഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഹാർട്ടിനെ റിസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ആ ഒരു മെഷീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ മെഷീൻ നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പോയി എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ഡോക്ടേഴ്സ് ഒരു അയൺ ബോക്സ് പോലെയുള്ള അങ്ങനെയാത്ത ഒരു ഷേപ്പ് അല്ലേ അതിന്? നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരു ഇലക്ട്രിക് കറണ്ട് പോലെയുള്ള ഷോക്ക് കൊടുക്കുന്ന സമയത്ത് ആ ചെസ്റ്റ് പൊന്തി വരുന്നത്. അപ്പൊ അതാണ് ഈ ഡീഫൈബ്രിലേഷൻ മെഷീൻ എന്ന് പറയുന്നത്. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഹാർട്ട് പ്രവർത്തിക്കാതെ വരുന്ന ഒരു കണ്ടീഷനിൽ ഇതിനൊരു ഇലക്ട്രിക് കറണ്ട് ഇതിലൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഹാർട്ടിന് എന്ത് ചെയ്യാം? ആ ഹാർട്ട് ബീറ്റ് പുനരാരംഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ് ഡീഫൈബ്രിലേറ്റർ. ഓക്കെ ആണോ? ഓക്കെ. ഈ ഒരു ചാപ്റ്റർ കിട്ടിയോ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഒരിത്തിരി ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെയും ജോബും കാര്യങ്ങളും ഏതൊക്കെ ടൈപ്പാണ്, ഫങ്ഷണൽ ടൈപ്പ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ വന്നാല് ഓക്കെ. തേർഡ് വണ്ണോ? തേർഡ് വൺ എന്താ പറഞ്ഞത്? നോൺ എമർജൻസി അറ്റൻഡന്റ്. ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നോൺ എമർജൻസി കണ്ടീഷനുള്ള പേഷ്യൻസിനെ
ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരുടെ ജോലി. അതില് സ്ട്രക്ചറിലുള്ളവരുണ്ട്, സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നവരുണ്ടാവും, വീൽ ചെയറിൽ കൊണ്ടുപോകേണ്ട കേസ് ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവരൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് അല്ല. നമ്മൾ ഓൾറെഡി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഡയാലിസിസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ആംബുലൻസുകളിലൊക്കെ അവരിങ്ങനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ഡ്യൂട്ടി ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചില സിറ്റുവേഷനിൽ മറ്റാരും അവൈലബിൾ അല്ല എന്ന് വരുന്ന സിറ്റുവേഷനിൽ മാത്രം ഇങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡുകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരോട് നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പേഷ്യൻസ് ഉള്ള സമയങ്ങളിൽ ടെക്നീഷ്യൻസിന്റെയോ പാരാമെഡിക്കിന്റെയോ പ്രസൻസിലെ അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ ഇവരോട് എന്ത് ചെയ്യാൻ പറയാറുണ്ട്, ഫസ്റ്റ് എയ്ഡുകൾ പോലുള്ള കാര്യങ്ങൾ പേഷ്യൻസിന് കൊടുക്കാൻ പറയാറുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും അവർക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ ചെയ്യേണ്ടി വരാറില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നോട്ട്സ് എടുത്തേ, വേഗം നോട്ട്സ് എടുത്തേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി ആയോ എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The term ambulance, the term ambulance, the term ambulance. Questions ചെയ്തെടുക്കാം ട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു തരാം ട്ടോ. The term ambulance comes from the Latin word. The term ambulance comes from the Latin word. Comes from the Latin word dash. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Very good. Ambulator. Like AMBULARE. Ambulator. കിട്ടാത്തവരുണ്ടെങ്കിൽ ആൻസർ ഇപ്പൊ തന്നെ എഴുതി വെക്കാം ട്ടോ. Then second question. The most usual mode of ambulance. The most usual mode of ambulance which gives. The most usual mode of ambulance. The most usual mode of ambulance which gives care to patients, which gives care to patients, which gives care to patients with a critical illness or injury, with a critical illness or injury. The most usual mode of ambulance which gives care to patients with a critical illness or injury. Critical illness or injury. Very good. Emergency ambulance. Emergency ambulance. Okay, next question. Expand. Third question. Expand. Expand. Capital letter leda ta. EMS. Expand. EMS. Expand. EMS. എന്താണ് EMS? Expand EMS. എന്താ ആൻസർ? എന്താ? എമർജൻസി മെഡിക്കൽ സർവീസസ്. എമർജൻസി മെഡിക്കൽ സർവീസസ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ.
Which of the following type of ambulance? Which of the following type of ambulance? Which of the following type of ambulance is used to transport? Which of the following type of ambulance is used to transport? Is used to transport a great number of patients? A great number of patients. Which of the following type of ambulance is used to transport a great number of patients? A great number of patients. ആംബുലൻസ് ബസ് അല്ലെ? ആംബുലൻസ് ബസ്സിലാണ് നമ്മൾ ഒത്തിരി പേരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ. Fifth question. Based on the level of care, based on the level of care, based on the level of care, road ambulance classified. Based on the level of care, based on the level of care, road ambulance classified into dash types. Road ambulance classified into dash types. Very good. 4 types. Like A, type A, type B, type C, and type D. Like 4 type based on the level of care, road ambulances classified into 4 types. Okay, next question. Psychiatric ambulance. Psychiatric ambulance. Psychiatric ambulance. Committed to treat. Psychiatric ambulance committed to treat. Psychiatric ambulance committed to treat dash. Psychiatric ambulance committed to treat dash. Psychiatric emergencies. Psychiatric emergencies. Psychiatric patients emergency conditions. Psychiatric ambulance. Psychiatric emergencies. Psychiatric patients. Option psychiatric emergencies. Psychiatric emergencies. Okay. Next question. In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. In which of the following type of road ambulance comes under basic life support ambulance? ഇതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന ഏത് ടൈപ്പ് റോഡ് ആംബുലൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. of the following type of road. Very good. Type C. Type C ആണ് കേട്ടോ. Type C ആണ്. ഇത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓപ്ഷൻസ് നിങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആൻസറുകൾക്ക് ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ, പറയുന്നതല്ല. മെയിൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. Eighth question, in which of the following type of road ambulance comes under basic life support ambulance?
Which of the following type of road ambulance comes under basic life support ambulance? Type C. Next question. Advanced life support ambulance, also known as dash. Advanced life support ambulance, also known as dash. Advanced life support ambulance, also known as dash. Advanced life support ambulance. Very good. Cardiac care ambulance. അല്ലെ? മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. അല്ലെ നമ്മുടെ ടൈപ്പ് ഡി ആംബുലൻസ് അല്ലെ, അതല്ലേ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഓക്കെ, അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 8 എണ്ണമാണ്. ഓക്കെ, 9th one. The machine used to keep a check on the heart rate of a person. A check on the heart rate of a person. The machine used to keep a check on the heart rate of a person. Check on the heart rate of a person. The machine used to keep a check on the heart rate of a person. The machine used to keep. K-double-E-P, keep. Very good. ECG. ECG machine. The machine used to keep a check on the heart rate of a person. ECG. Okay, last question. In which of the following ambulance is used to transport extremely overweight patients. Extremely overweight patients. In which of the following ambulance is used to transport extremely overweight patients? Extremely overweight patients. Extremely overweight patients. Very good. Bariatric ambulance. Bariatric ambulance. Okay, 10 ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും കിട്ടാത്തതോ ആൻസർ കിട്ടാത്തതോ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും കിട്ടിയോ ആൻസർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. In which of the following ambulance is used to treat extremely overweight patients? Extremely overweight patients ne transport cheyanayittu use cheyunu. Questions different ആയിട്ട് അതിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാട്ടോ. ചില ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിക്കാൻ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന നേരം ഇൻക്ലൂഡഡ് അല്ലാത്തതായിരിക്കാം. അപ്പൊ അത് ഒരു ഏകദേശം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതാണ് നമ്മൾ തരുന്നത്. ഇത് തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വന്നൊന്നും ഇല്ല കേട്ടോ. അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഓരോ ഭാഗങ്ങളിൽ നിന്ന് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻസ് തരുന്നത് മാത്രം കേട്ടോ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ തരുന്നത്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അല്ലാതെ മുഴുവനും ഇത് തന്നെ ഫോളോ ചെയ്യാനല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഓരോ ഭാഗത്തു നിന്ന് ഏതൊക്കെ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോലെ ഏകദേശ രൂപങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പറയുന്നത്? 9th one. 9th one. The machine used to keep a check on the heart rate of a person. The machine used to keep a check on the heart rate of a person. Answer ECG.
ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരു 5 minutes, അതായത് ഒരു 40 ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പീരീഡും ഞാൻ തന്നെയാണ്, നെക്സ്റ്റ് ക്ലാസ്സും പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്ററിന്റെ പേര് ഒന്ന് എടുത്തു വെച്ചേക്ക്, സെൻട്രൽ സ്റ്റെറൈൻ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് CSSD, സെൻട്രൽ സ്റ്റെറൈൻ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ ചാപ്റ്റർ 21 ആയിരിക്കും, മോഡ്യൂൾ വൈസ് 21 നമ്പർ 21 ആയിരിക്കും. ഓക്കെ, നമുക്കൊരു 40 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആരും ലീവ് ചെയ്ത് പോകരുത്, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. 40 ഒരു 4 minutes നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പേര് തന്നെയാണ്, അതായത് CSSD എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് തെറ്റാതെ പഠിച്ചു വെച്ചേക്കാം, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റില് ഉണ്ടാവുന്നത് ഹോസ്പിറ്റലില്?
എന്തിനു വേണ്ടിയായിരിക്കും? പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. എന്തിനു വേണ്ടിയായിരിക്കും ഒരു CSSD ഡിപ്പാർട്ട്മെന്റ്? ക്ലീൻ ചെയ്യാൻ എന്തായിട്ട് എങ്ങനെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാനാ? അതെ, എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഉപയോഗിച്ചതായിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പൊ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ആ ഒരു ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്ന അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. ഇവിടെ പ്രധാനമായിട്ടും ആ വരുന്ന ഓരോ എക്യുപ്മെന്റ്സുകളും ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD. Okay, first introduction. From an infection control view, അപ്പൊ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ അല്ലെ. എപ്പോഴും നമുക്കൊരു ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് മറ്റൊരാൾക്ക് നമ്മൾ യൂസ് ചെയ്താൽ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ മറ്റൊരാൾക്ക് സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ അണുവിമുക്തമാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. Then if instrument are microbially tainted എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ മലിനമാവുക. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മൈക്രോബിയലി നമ്മൾ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ അത് മൈക്രോബ്സ് വന്ന് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ. ഇതെന്താണ് പറയുന്നത്? ഇതെന്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നാ പറയുന്നത്? കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ ബൗണ്ട്. സർജിക്കൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത സ്ഥലത്തെ മുറിവ് അല്ലെ, ആ ഒരു മുറിവിലേക്ക് ഈ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ പിന്നെയും യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഒരാൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് മറ്റൊരാൾക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെയാ ഉപയോഗിക്കാൻ പാടുള്ളൂ? സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുകയും ഈ എക്യുപ്മെന്റ്സിൽ നിന്നും മറ്റ് മുറിവുകളിലേക്ക് അവരുടെ ആ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടായ ആ ഒരു മുറിവുകളിലേക്ക് ഇൻഫെക്ഷൻസ് വരാനും അത് പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. As a result, appropriate sterilization of surgical instrument is suggested as one of the basic and accepted measures against surgical site infection. Surgical site infection തന്നെയാണോ നിങ്ങളുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ അതൊന്ന് തിരുത്തിയേക്കാട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ ശരിക്കും. SSI അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അങ്ങനെയാണ് കേട്ടോ. എന്റെ ടേം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ SSI. അപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ SSI എന്ന് പറയുന്ന ആ ഒരു സർജറി ചെയ്ത ആ ഒരു ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെ. അത്രയും മനസ്സിലാക്കിയാൽ സർജറി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ആ ഒരു മുറിവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻസ് വരാതിരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ഏറ്റവും അംഗീകൃതപരമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസേഷൻ ചെയ്ത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതിനു ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ അതാണ് ഇത് ഇൻഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. ഇൻഡക്ഷൻ ഭാഗത്തിൽ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. സ്റ്റെറിലൈസേഷൻ അതായത് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം? എപ്പോഴും മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ
വ്യക്തമാക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ടും ആ ഉണ്ടാക്കിയ സർജറി ചെയ്ത ആ ഒരു ഭാഗത്തെ മുറിവുകളിലൂടെ ഇൻഫെക്ഷൻസ് അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും ഏറ്റവും അംഗീകൃതമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ SSI. അതെന്താ നോട്ട് ചെയ്ത് വെക്കുന്നത്? SSIന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്? ഏതൊരു സർജറി എക്യുപ്മെന്റ്സുകളും ഒരു ആളുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രം മറ്റൊരാൾക്ക് ഉപയോഗിക്കുക. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD? എന്താണ് CSSD? The CSSD consists of those services within a hospital which accept, stores, process, distributes and controls professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and safety of patients. ഇവിടെ CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്യുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റുകളെ ആര് കളക്ട് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും? ആരാ സ്വീകരിക്കുന്നത്? ഈ CSSD ഡിപ്പാർട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വീകരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ പ്രോസസ് ചെയ്ത് കൃത്യമായിട്ട് അണുവിമുക്തമാക്കി സ്റ്റെറൈൽ ആക്കിയ ഓരോ ഐറ്റംസും എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതായത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് കൺട്രോൾസ് പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ. അല്ലെ? അപ്പൊ അതായത് യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചതായിട്ടുള്ള നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് പ്രോസസ്സിംഗിലൂടെ അത് ചെയ്ത് കടന്നു പോകുമ്പോൾ അത് എന്തായി മാറി? സ്റ്റെറൈൽ ആയി മാറി. അല്ലെ? അണുവിമുക്തമായിട്ടുള്ളതുമായി മാറി. അപ്പൊ രണ്ട് രീതിയിലുള്ള, അതായത് സ്റ്റെറിലൈസ് ചെയ്യാത്തതും സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതുമായിട്ടുള്ള രണ്ട് രീതിയിലുള്ള എക്യുപ്മെന്റ്സിനെയും ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന നമ്മുടെ ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് വാങ്ങുകയും അതെന്ത് ചെയ്യുന്നു? അതിനാവശ്യമായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയി അതെന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? For the care and safety of patients. ആ പേഷ്യൻസ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും കെയർ, അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം, അവർക്ക് അവരുടെ ആ ഒരു ആരോഗ്യ പരിചരണവും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള CSSDയിൽ ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് ചെയ്യുന്ന പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അതിൽ നിന്നൊക്കെ അവരെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSSDയിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളിൽ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. എന്താ ചെയ്യേണ്ടത്? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അല്ലെ? യൂസ്ഡ് അല്ലാത്ത നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള കൊണ്ടുവന്ന് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് സ്റ്റെറിലൈസ് ആയിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ ചെയ്തിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അങ്ങനെയുള്ള സംഭവങ്ങളെ കുറയ്ക്കാനായിട്ട് ആര് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് CSSD ഡിപ്പാർട്ട്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് പിന്നെയും മറ്റുള്ളവർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് എന്തായാലും സ്പ്രെഡ് ആവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യണം? ആ എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിന് ആ സംഭവങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുന്ന അങ്ങനെയുള്ള സംഭവങ്ങളെ കുറയ്ക്കാനായിട്ട് CSSD ഡിപ്പാർട്ട്മെന്റ് ഒരു കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുന്നുണ്ട്. തേർഡ് വൺ ആണ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്.
എക്യുപ്മെന്റ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെ വലിയ വലിയ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അതാണ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇരട്ടിപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ തടയാനായിട്ട് സാധിക്കും. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്, വിലപിടിപ്പുള്ള ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളുടെയൊക്കെ ഇരട്ടിപ്പ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് പുതിയ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് വേണ്ടി നമ്മൾ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തു, ചിലപ്പോൾ ചെറിയ വിലയുള്ളവയുണ്ടാവും, ഒത്തിരി വില കൂടിയ ഐറ്റംസും ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാ ഒരു പേഷ്യന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് കളഞ്ഞ് അടുത്ത എക്യുപ്മെന്റ് വാങ്ങുകയാണ് ചെയ്യേണ്ടത്? അല്ല അല്ലെ. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ് തന്നെ എത്ര പ്രാവശ്യം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ആ ഹോസ്പിറ്റലുകാർക്കും അത് ബെനിഫിറ്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങള് അത് വാങ്ങുന്നത്, അതിന്റെ ആ ഒരു ഇരട്ടിപ്പ്, അത് എത്ര എണ്ണം വാങ്ങണം എന്നുള്ളതിനനുസരിച്ച് ഒത്തിരി വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ആ ഉള്ള എക്യുപ്മെന്റ്സുകൾ തന്നെ കൃത്യമായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. Fourth one, to keep records of the efficacy of the cleaning, disinfection and sterilization process. ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ അണുവിമുക്തമാക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ഓരോ ഐറ്റംസിനെയും കുറിച്ചുമുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ് അല്ലെ. അപ്പൊ ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എഫിക്കസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. ഓക്കെ, അപ്പൊ ആ ക്രോസ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മൈക്രോബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എക്സിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, അതുപോലെ തന്നെ അത് ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് controls necessary to avoid cross infection. ക്രോസ് ഇൻഫെക്ഷൻസിനെ തടയാനായിട്ട്, അതിനെ അവോയ്ഡ് ചെയ്യാൻ തടയുക, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുകയും അതിനെ ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുക. ലാസ്റ്റ് സിക്സ് പോയിന്റ് ആണ് ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഓരോ എക്യുപ്മെന്റ്സുകളുടെയും കൃത്യമായിട്ടുള്ള വിവര പട്ടിക, അതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. ഓരോ എക്യുപ്മെന്റ്സുകളും ഓരോ സാധനങ്ങളുടെയും വിവര പട്ടികകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് വൺ ആണ് ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അവിടെയുള്ള പേഷ്യൻസിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ അല്ലെ, ജീവനക്കാർക്ക് കൂടി ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതും ആരുടെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണ്? CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ ഒരു 7 പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞ? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് ഈ CSSD ഡിപ്പാർട്ട്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ പറഞ്ഞ എന്താ? വിലപിടിപ്പുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നത് തടഞ്ഞുകൊണ്ട് നമുക്ക് അത് പിന്നെയും പിന്നെയും സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫോർത്ത് വൺ പറഞ്ഞത് എന്താണ്? ഇപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് ആ ഒരു ഫീൽഡിലേക്ക് കുറെ ഐറ്റംസ് പോയിട്ടുണ്ടാവും, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് കുറെ ഐറ്റംസ് പോയിട്ടുണ്ടാവും, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കുറെ ഐറ്റംസ് കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഇതിന്റെയൊക്കെ ആ ഒരു കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതെല്ലാം കൃത്യമായിട്ട് ആ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഈ ക്രോസ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻസ് ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനെ തടയാൻ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ നടപടിക്രമങ്ങൾ പ്രദർശിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. 6th വൺ പറഞ്ഞത് എന്താണ്?
അവിടെ വരുന്ന ഓരോ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും സപ്ലൈസും ഓരോ സാധനങ്ങളെ കുറിച്ചുമുള്ള വിവരപ്പട്ടികകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പറഞ്ഞ എന്താ, പേഷ്യൻസിനെ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്ക് കൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെയും കൂടി ഡ്യൂട്ടിയാണ്, ഈ CSST ഡിപ്പാർട്ട്മെന്റിന്റെയും ഒബ്ജക്റ്റീവ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. ഓക്കെ ആണ് അവിടെ വരെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈനിങ് ഓഫ് എ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ അതെങ്ങനെയാണെന്നുള്ളതാണ്. ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുള്ളൂ കേട്ടോ. ഡിസൈനിങ് ഓഫ് എ CSST. Size and location of CSST differs according to hospital management. അപ്പൊ ഒരു ഹോസ്പിറ്റലില് CSST ഡിപ്പാർട്ട്മെന്റ് എത്ര സൈസിൽ വേണം, അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നുള്ളത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അത് തീരുമാനിക്കുന്നത് എത്ര സൈസ് വേണം, CSST ഡിപ്പാർട്ട്മെന്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. It should be located as near as possible to the operation theatre, accident and emergency department and ward. ഇവിടെ സാധ്യമാവുകയാണെങ്കിൽ എന്തിന്റെയൊക്കെ അടുത്തായിരിക്കണം എന്നാ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിനോടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും വാർഡിനോടും അടുത്തായിരിക്കണം. Then the CSST layout should be designed in a unidirectional flow. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Unidirectional flow ആണ് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് CSSTയുടെ ലേഔട്ട് അവർ CSST ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിസൈനിങ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ്, ഒരു സിംഗിൾ ഡയറക്ഷനിലാണ് അതിന്റെ ആ ഒരു ഫ്ലോ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന ഭാഗത്തേക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിംഗ്, അതായത് ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ CSST may be formed in the lower floor right under the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ തൊട്ട് താഴത്തെ നിലയിലായിരിക്കണം CSSTയുടെ സ്ഥാനം വരേണ്ടത്. Perpendicular movement will be the swift possible movement of materials. ഇവിടെ ആ ഒരു പെർപെൻഡിക്കുലർ, ഒരു കുത്തനെ അല്ലെങ്കിൽ നേരെയുള്ള ആ ഒരു മൂവ്മെന്റ് വേഗത്തിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അതായത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്വിഫ്റ്റ് എന്ന് പറയുന്നത് വേഗത്തില് ആ മൂവ്മെന്റ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള ആ ഒരു വേഗത്തിൽ മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താണ് നേരെ തൊട്ട് താഴെ നേരെ തന്നെ എന്ത് ചെയ്യുന്ന താഴെയായിട്ട് ഇതിന്റെ സ്ഥാനം വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനിങ് ഓഫ് എ CSSTയിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ് അതുപോലെ തന്നെ ലൊക്കേഷൻ ഒക്കെ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. അവിടെ എന്തിനോടൊക്കെ പോസിബിൾ ആയിരിക്കണം, അടുത്തായിരിക്കണം എന്നാ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, വാർഡിനോടൊക്കെ അടുത്തായിരിക്കണം. അതുപോലെ CSSTയുടെ ലേഔട്ട് എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ്, ഒരു സിംഗിൾ ഡയറക്ഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മൾട്ടി സ്റ്റോറിയുടെ, അതായത് ഒന്നിലധികം നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ CSST എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ നിലയിലായിരിക്കണം വരേണ്ടത്. അത് CSST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെറ്റീരിയൽസ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നേരെ അല്ലെങ്കിൽ കുത്തനെ തന്നെ നേരെ നമുക്ക് മുകളിലേക്ക് കൊടുക്കാനായിട്ട്, സപ്ലൈ ചെയ്യാനായിട്ടാണ്, വേഗത്തിൽ സപ്ലൈ ചെയ്യാനും കൂടി വേണ്ടിയാണ് അങ്ങനെയൊന്ന് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങള് ജനറൽ CSST ഡിസൈൻ കോൺസെപ്റ്റ്. പിക്ചർ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ? ഓക്കെ, നോക്കി ആ ഒരു പിക്ചറിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ആ ഒരു പിക്ചറില് ഈ ഒരു ജനറൽ CSST എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ 3 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ ഒരു 3 സോണുകളാണ് സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ ആൻഡ് സ്റ്റെറൈൽ സോൺ. അതിൽ സോയിൽഡ് സോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും അവിടെ വരാ? യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വസ്തുക്കള്, എക്യുപ്മെന്റ്സുകൾ, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് വരുന്ന ഭാഗമാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സോണാണ് ക്ലീൻ സോൺ. അതായത് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്
ക്ലീൻ സോൺ എന്ന് പറയുന്നത്. ഇവിടുന്ന് വൃത്തിയായി എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് നേരെ എങ്ങോട്ടാ പോകുന്നത്? സ്റ്റെറൈൽ സോണിലേക്കാണ്. സ്റ്റെറൈൽ സോൺ എന്താണ്? സ്റ്റെറിലൈസേഷൻ നടക്കുന്ന ഒരു ഏരിയ. അവിടെ നിന്നും വരുന്ന ഐറ്റംസ് എങ്ങനെയാണ്? സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് സ്റ്റെറൈലായി അണുവിമുക്തമായിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു ഉള്ളിലുള്ള ആരോ മാർക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ആരോ മാർക്ക്, ഒരു ആരോ കാണുന്നില്ലേ? ആ ആരോന്റെ ഒരു പൊസിഷൻ എങ്ങനെയാ നോക്കി? ഒരു ഒറ്റ സിംഗിൾ ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഇവിടെ സോയിലിന്റെ സോണില്, അതായത് ഒരു യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ CSST ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും അത് എങ്ങോട്ട് പോകുന്നു? ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻഡ് സോണിലേക്ക് പോകുന്നു. ക്ലീൻ സോണിലേക്ക് പോകുന്നുണ്ട്. ഈ ക്ലീൻ സോണിൽ നിന്നും ഐറ്റംസ് ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് സ്റ്റെറൈൽ സോണിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യും? അതായത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിനിടയിൽ ഇതൊന്നും തമ്മിലൊരു മിക്സിംഗ് നടക്കുന്നില്ല. മനസ്സിലായോ? സോയിലിന്റെ സോണിൽ നിന്നും പോയ ഐറ്റംസ് ക്ലീൻ സോണിലേക്ക് എത്തും, ക്ലീൻ സോണിൽ നിന്നും സ്റ്റെറൈൽ സോണിലേക്ക് പോകും. എന്നാൽ നേരെ റിവേഴ്സ് ഓർഡറിലോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ, ഒറ്റ ഡയറക്ഷനിലേക്കല്ലേ ആരോ കാണുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ക്ലീൻ സോണുകളോ സോയിലിന്റെ സോണോ അല്ലെങ്കിൽ സ്റ്റെറൈൽ സോണോ തമ്മിലൊന്നും മിക്സ് ആവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് മിക്സ് ആവാത്തത്? ഇൻഫെക്ഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ സോണുകളെ ഒന്നും മിക്സ് ആവാതെ ഒരു ബാരിയർ ഉപയോഗിച്ചുകൊണ്ട്, നടുക്ക് എഴുതിയിരിക്കുന്ന ആ ഒരു ബാരിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്, തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇവയെല്ലാം എന്താണ്? മൂന്ന് വേർപെട്ട് 3 സോണുകളായിട്ട് തന്നെ തിരിച്ചാണ് നമ്മളിവിടെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനി അത് എന്തൊക്കെയാണെന്നാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പ്ലാനിങ് ഓഫ് CSST. ഈ ഒരു സിംഗിൾ ഡയറക്ഷനിൽ ഇത് പോയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ യൂണി ഡയറക്ഷണൽ എന്ന് വിളിക്കുന്നത്. Then planning of CSST, the materials or items from tainted and germ-free areas should not get mixed. അല്ലെ, ഇവിടെ tainted ആവുക എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ മലിനമാവുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസും ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസും തമ്മിൽ എന്താണ്? അവിടെ മിക്സ് ആവുന്നില്ല അല്ലെ, മിക്സ് ആവുന്നില്ല. അതുപോലെ തന്നെ there should be physical fencing. 1 minute. Okay, planning of CSST, the materials or items from tainted and germ-free areas should not get mixed. ഇവിടെയുള്ള മെറ്റീരിയൽസ്, അതായത് സോയിലിന്റെ സോണിൽ വരുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ്? tainted ആണ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വസ്തുക്കളാണ് സോയിലിന്റെ സോൺ. അത് യൂസ്ഡ് ഐറ്റംസ് ആയിരിക്കും അല്ലെ. അതേസമയം ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് സോണിലേക്ക് എത്തുമ്പോഴേക്കും അത് ജെം ഫ്രീ ആയിട്ട് മാറുകയാണ് അല്ലെ. അവിടെ ആ ഒരു സ്റ്റെറൈൽ ആയിട്ട് മാറി അണുവിമുക്തമായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ എന്താവുന്നില്ല? മിക്സ് ആവുന്നില്ല. There should be physical fencing between soiled, clean and sterile zone so that the risk of cross infection spread is reduced. ഇവിടെ ഈ ഒരു soiled zone, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ തമ്മിൽ എന്താണ്? ഒരു ബാരിയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ്, ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇവയെ തമ്മിൽ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ തമ്മിൽ എന്താണ്? യാതൊരു രീതിയിലുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തടസ്സം സൃഷ്ടിക്കുക എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോണുകൾ, ഈ ഒരു സോണുകൾ തമ്മിൽ സോയിൽഡ്, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺസിന് എല്ലാത്തിനും ഇടയിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയറുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. ഇവിടെ ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബാരിയറുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു സോയിലിന്റെ സോണിലേക്ക് വീണ്ടും തിരിച്ച് ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും കണ്ടാമിനേറ്റഡ് ആവും അല്ലെ. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബാരിയറുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സോണുകളെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. The floor should be smooth
നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. ഇനി ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിലെ ഫ്ലോർ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആയിരിക്കണം, അതായത് തെന്നി വീഴാത്ത രീതിയിലുള്ളതായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ദ ക്ലീൻ ഏരിയ ഷുഡ് ബി സസ്റ്റെയിൻഡ് അറ്റ് പോസിറ്റീവ് പ്രഷർ. ആ ഒരു ക്ലീൻ ഏരിയ എന്ന് പറയുന്നത്, ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഏരിയ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ദ ഏരിയ ഓഫ് വർക്ക് ഷുഡ് ബി മെയ്ഡ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. വർക്ക് ചെയ്യുന്ന ഏരിയകളെല്ലാം മാർബിളോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിച്ചോ നിർമ്മിക്കാവുന്നതാണ്. Then the sterilization must be arranged for autoclaving by steam as well as by gas. ഇനി ആ ഒരു സ്റ്റെറിലൈസേഷൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാ പറഞ്ഞേ? ബൈ ഓട്ടോക്ലേവിംഗ് വഴി. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞൊരു മെഷീൻ ആണ്, അത് നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. അത് ഇപ്പൊ വിശദമായിട്ട് നമുക്ക് പറയാം. ഓട്ടോക്ലേവിംഗ് അത് സ്റ്റീം അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോക്ലേവിംഗ് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിലോ ഗ്യാസ് അല്ലെ, നമ്മുടെ കെമിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. പ്ലാനിങ് ഓഫ് CSSD എന്തൊക്കെയാ പറഞ്ഞത്? 3 സോണുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ ആൻഡ് സ്റ്റെറൈൽ സോൺ. അതിനിടയിലായിട്ട് ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഉപയോഗിച്ച് ഇത് മിക്സ് ആവുന്നതിനെ തടഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ മിക്സ് ആവുന്നത് തടയുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊരു യൂണി ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡയറക്ഷണൽ ഫ്ലോയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ഈ ഒരു ഫ്ലോ നടക്കുന്നില്ല, ഇത് തമ്മിൽ മിക്സ് ആവുന്നില്ല. ഇനി ആ ഒരു ഫ്ലോറിങ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് അല്ലെങ്കിൽ തെന്നി വീഴാത്ത രീതിയിലുള്ളതായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ക്ലീൻ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഏരിയയിൽ എന്തൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്നതാണ്? മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഉപയോഗിച്ച് ആ വർക്കിംഗ് ഏരിയ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇനി സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡുകൾ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴി, ഓട്ടോക്ലേവ് വഴി സ്റ്റീം ഉപയോഗിച്ച് നീരാവി ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസുകൾ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസേഷൻ നടത്താവുന്നതാണ്. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വർക്ക് ഫ്ലോ ഓഫ് CSST. വർക്ക് ഫ്ലോ നമുക്ക് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. വർക്ക് ഫ്ലോ അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. CSST ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കും? അതിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് പറയുമ്പോഴും ആ സ്റ്റെപ്പിലൂടെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതായിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം അല്ലെ. വർക്ക് ഫ്ലോ CSST അപ്പൊ നിങ്ങൾ മറക്കേയില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്തൊക്കെ പഠിച്ചു നോക്കി നിങ്ങൾ മറന്നു പോവില്ല കേട്ടോ. അല്ലാതെ സമയം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കാണാതെയൊക്കെ പഠിക്കാൻ വിചാരിച്ചില്ല, ചിലപ്പോൾ നടക്കില്ല. കാരണം ഒത്തിരി നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലുള്ള വർക്ക് ഫ്ലോ കാര്യങ്ങളും മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് പഠിക്കാം. അപ്പൊ ഒരു CSST ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഐറ്റംസ് റിസീവ് ചെയ്യാനായിട്ട് ഒരു വിൻഡോയും ഒരു ഡോറും ഒക്കെ ഉള്ള ഒരു വിൻഡോ ഒക്കെ ഉള്ള ഒരു സ്ഥലം, ഒരു ഏരിയ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യുക. ആ ഒരു ഏരിയയിലാണ്, അതാണ് നമ്മുടെ റെസീപ്റ്റ് അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ആ റിസീവിംഗ് ഏരിയയിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുതന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? അത് അവിടെ വാങ്ങി വെക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു റിസീവിംഗ് ഏരിയയിൽ അത് അവിടെ വാങ്ങി വെച്ചു. അതിനുശേഷം അത് എന്ത് ചെയ്തു? റിൻസ് ചെയ്യുക. റിൻസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കഴുകുക അല്ലെ. റിൻസിങ് ചെയ്ത് കഴുകാനായിട്ട് കൊണ്ടുപോയി. കഴുകി കഴിഞ്ഞ് അത് നേരെ ക്ലീനിങ്ങിലേക്കാണ് വരുന്നത്. അത് എന്താ ചെയ്യുന്നത്? ക്ലീൻ ചെയ്യുന്നു. വളരെ ഡീപ്പായിട്ട് വൃത്തിയായിട്ട് കറകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴുക്കുകളും കറകളും ഒക്കെ കളഞ്ഞ് അത് വൃത്തിയായിട്ട് അത് എന്ത് ചെയ്യുന്നു? കഴുകിയെടുക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഉണക്കുന്നു. ഈ കഴുകി വൃത്തിയാക്കിയ ഓരോ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ടൂൾസും എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉണക്കുന്നുണ്ട്. ഇനി അതിനുശേഷം അത് ഉണക്കുന്നത് വരെ ഓക്കെ ആണോ? അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സ്റ്റെറിലൈസേഷന് വേണ്ടി വെക്കുന്നതിന് മുൻപായിട്ട് സ്റ്റെറിലൈസേഷൻ ചേംബറിലേക്ക് ഈ ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കുന്നത് ട്രേകളിലാക്കിയിട്ടാണ്. ഓക്കെ ആണോ? ട്രേകളിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പൊ ആ ഒരു ട്രേയില് ഓരോന്നും ചെക്ക് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? അസംബിൾ ചെയ്ത് ഒരുമിച്ച് ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും വരെ ഓക്കെ ആണോ? വെച്ചോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എല്ലാം ട്രേയിലാക്കി വെച്ചോ? ഓക്കെ.
ഇനി ട്രെയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലാണ് നമ്മൾ ആ ഒരു സ്റ്റെറിലൈസേഷൻ ചേമ്പറിലേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞു. ആ ട്രെയിലോടുകൂടെ ഉൾപ്പെടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു മെഷീനുള്ളിലേക്ക് എന്ത് ചെയ്തു, അത് വെച്ച് കഴിഞ്ഞു. ആ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാണ്, പുറത്തെടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ലേബലിംഗ് ചെയ്യും. അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറിപ്പോവരുതല്ലോ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, റിസീവിംഗ് ഏരിയ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലേബൽ ചെയ്യാണ്. അതായത് എന്നാണ് അത് സ്റ്റെറിലൈസേഷൻ നടത്തിയത്, എത്ര ദിവസം ആ സ്റ്റെറിലൈസേഷൻ നടത്തി, എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഒന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ലേബൽ ചെയ്ത് വെക്കും. അതിനുശേഷം അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ക്ലീൻ ആയിട്ടുള്ള റാക്കുകളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്തതിന് ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യും, അവരുടെ ലിസ്റ്റ് പ്രകാരം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തും, വിതരണം ചെയ്യുന്നു. ഓക്കെ, കിട്ടിയോ വർക്ക് ഫ്ലോ CSSD? ആദ്യം എവിടെയാ വന്നത്, ആദ്യമായിട്ടും എവിടേക്കാ വന്നത്, എവിടെയാ ആദ്യം വന്നത്, റിസീവിംഗ് ഏരിയ അല്ലെ. റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ഏരിയ ഉദ്ദേശിക്കുന്ന കേട്ടോ. റിസീവിംഗ് ഏരിയയിലേക്ക് ഐറ്റം വന്നു. അതിനുശേഷം നമ്മൾ അവിടെ അതിന് എന്ത് ചെയ്തു, കഴുകാനായിട്ട് കൊണ്ടുപോയി. അതിനുശേഷം എന്ത് ചെയ്തു, ക്ലീനിങ് ഏരിയയിലേക്ക് എത്തി. ക്ലീനിങ് ഏരിയയിൽ നിന്നും ക്ലീൻ ചെയ്ത് വെച്ച വസ്തുക്കള് ഡ്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഡ്രൈയിങ് ഏരിയയിൽ നിന്നും നേരെ എന്ത് ചെയ്തു, ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ്, ചെക്ക് ചെയ്ത് ഓരോന്നും ട്രേയില് അസംബിൾ ചെയ്ത് ഒരുമിച്ച് വെച്ചു അല്ലെ. അതിനുശേഷം എന്ത്, റിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കഴുകുക കേട്ടോ. ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ ചേമ്പറിലേക്ക് വെച്ച് കൊടുത്തു. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞു. അതിനുശേഷം അത് പുറത്തെടുത്തതിന് ശേഷം അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ കൊടുക്കേണ്ടത് അതൊക്കെ ലേബൽ ചെയ്ത് വെച്ചു. എക്സ്പയറി ഡേറ്റും എന്നാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി ലേബൽ ചെയ്തു. അതിനുശേഷം അത് ക്ലീൻ റാക്കുകളിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നീട് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്തു, വിതരണം ചെയ്തു. ആ ഒരു വർക്ക് ഫ്ലോ CSSD കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനോഗ്രാം. ഈ ഒരു CSSDയുടെ ഓർഗാനോഗ്രാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗാനോഗ്രാം ആണ്. ഒരു 5 പേര് ഉൾപ്പെടുന്ന ഒരു ഓർഗാനോഗ്രാം ആണ്. നിങ്ങളപ്പോ ഓർഗാനോഗ്രാം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അതിൽ ആ ഒരു ഉള്ള ആളുകൾ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ, ഓർഗാനോഗ്രാമില് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. ആ ഒരു ഫ്ലോർ അല്ലെ, ബാങ്കിലൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതെന്താണ്, ആ ഒരു വർക്ക് ഫ്ലോ, അതായത് ആ ഒരു ഫ്ലോ റേറ്റ്, അതായത് എങ്ങനെയാണ്, ഫസ്റ്റ് വരുന്നതാണ് CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. അവന്റെ കീഴിൽ വരുന്നവരാണ് CSSD ടെക്നീഷ്യൻ. CSSD ടെക്നീഷ്യന് കീഴിൽ വരുന്നവരാണ് CSSD അസിസ്റ്റന്റുകള്. CSSD അസിസ്റ്റന്റിന് കീഴിൽ വരുന്നവരാണ് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ. അവരുടെ കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഈ ഓർഗാനോഗ്രാം എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു 5 പേരുടെ പേര് ഒന്ന് ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ അത് ഇവിടെ വന്നാലും നിങ്ങൾക്ക് എഴുതാലോ. ആ ഒരു ഫ്ലോ ചാർട്ട് തെറ്റിച്ചു തന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മിസ്സിംഗ് ആക്കി തന്നാലോ ഒക്കെ നിങ്ങൾക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും അല്ലെ. ആ ഒരു 5 പേരുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ വരുന്നു. അവരുടെ കീഴിൽ ആരാണ് വരുന്നതെന്ന് വെച്ചാൽ ആരാ വരുന്നത്, CSSDയുടെ ടെക്നീഷ്യൻസ് ആണ് വരുന്നത്. അവരുടെ കീഴിലെ ടെക്നീഷ്യൻസിനെ സഹായിക്കാൻ ആളുകൾ വേണം അല്ലെ. അതാണ് CSSD അസിസ്റ്റന്റുകളാണ് പിന്നീട് വരുന്നത്. ഈ CSSD അസിസ്റ്റന്റിന് കീഴിലും ആളുകളുണ്ട്. അവരാണ് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറുകൾ. അപ്പൊ എത്ര ഐറ്റംസ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ഏകദേശ കണക്കും കാര്യങ്ങളും നോക്കുന്നത് അവരായിരിക്കും. അതിന് താഴെ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഈ ഒരു 5 അത് കറക്റ്റ് ആയിട്ട് 5 പേരെയും അവർ ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഓർഗാനോഗ്രാം സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓർഗാനോഗ്രാമും വർക്ക് ഫ്ലോ ഒക്കെ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? Okay, thank you.